എന്താ തമാശ എല്ലാം നിരാശ എന്താ വേഷ ദിലീകുമാർ പറഞ്ഞ അതേ ഡയലോഗ് എനിക്ക് ഭ്രാന്തായതാണ് അല്ല എന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ പഠിച്ചെടുത്ത തിരക്കിനിടയിൽ ചിലപ്പോൾ ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വരുന്നുണ്ടാവും ഉണ്ടല്ലേ അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നത് ശീലമില്ല തോൽവിയിൽ മന്ദാകിനി ഒന്നാകുമോ ചന്താമരേ എന്താമരേ കണ്ടാലിനി കൊണ്ടാടുമോ പിന്നാലെ ഞാൻ വന്നാടുവേ. മലയാളികൾ കേട്ട് ആസ്വദിച്ച ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ, അതിന് ശബ്ദം നൽകിയിട്ടുള്ള ഒരുപാട് വൈറൽ ഗായകർ. ആ ഗായകരിൽ ഇന്ന് സോഷ്യൽ മീഡിയ കൈയടക്കിയ ഓണം സ്റ്റാർ നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ അക്കുവിന്റെ കൂടെയാണ് വോയിസ് മാൾ സ്റ്റുഡിയോയിൽ ഇന്ന് ഞാനുള്ളത്. കുറ്റവാളി അലമ്പു വിദ്യകൾ പഠിച്ചെടുത്ത പട്ടധാരി അടിച്ചമർത്തിടാൻ ശ്രമിച്ചിടേണ്ട വാളുമേന്തി അടുത്തു നന്ദനുണ്ട് കാവലായി ചങ്കുകാട്ടി. അഫ്സൽ, എന്തൊക്കെ വിശേഷം? സുഖം, അടിപൊളിയായിട്ട് പോകും. ഓക്കെ, ഒരു ഓണം വന്നു. ഓണത്തിന് സോഷ്യൽ മീഡിയ നിറഞ്ഞ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം അടക്കി ഭരിച്ച ഒരാളായി അഫ്സൽ മാറി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു റീസൺ? ഓണത്തിന്റെ തലേ ദിവസമായിരുന്നു നമ്മളെ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ തിരൂരിലുള്ള സ്ഥാപനത്തിന്റെ ഓണം സെലിബ്രേഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 കൊല്ലത്തോളമായിട്ട് നടത്തി വരുന്ന ഒരു ഓണം സെലിബ്രേഷൻ. ഇത് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷനാണ്. അതായത് നമ്മളെ വീൽ ചെയറിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹതീരം വളണ്ടിയർ വിങ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സംഘടിപ്പിക്കുന്നു ഒരു ഓണം സെലിബ്രേഷൻ. അത് ഈ പ്രാവശ്യം മറ്റുള്ള എല്ലാ വർഷത്തിനേക്കാളും നമ്മൾ ചുരുക്കം രീതിയിലാണ് കഴിച്ചിട്ടുള്ളത്. കാരണം വയനാട് ദുരന്തത്തിന്റെ ആ ഒരു ഇത് കണക്കിലെടുത്ത് സ്നേഹതീരത്തിന് 3000-ഓളം വരുന്ന വളണ്ടിയേഴ്സ് അവിടെ ഉണ്ട്. അതിൽ വെറും 60-70 പേരെ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ സ്നേഹതീരത്തിൽ വന്ന എല്ലാ വളണ്ടിയേഴ്സിന്റെ ഒരൊറ്റ മനസ്സാണ് എന്ത്, വീൽ ചെയറിലുള്ള സുഹൃത്തുക്കൾ അവരെ പരമാവധി നമ്മളെ കൊണ്ട് എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും. അതായത് ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ, സാന്ത്വന പ്രവർത്തനം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. ഞാന് പാലിയേറ്റീവ് ഇതിലും 8 വർഷത്തോളമായിട്ട് പ്രവർത്തകനാണ് അവിടുത്തെ. പക്ഷെ ഈ സ്നേഹതീരത്തിന് ഞാൻ വന്നിട്ട് 1.5 വർഷം, കിൻഷിപ്പിന്റെ ബേസ് ചെയ്ത് വന്നിട്ട് 1.5 വർഷം 2 വർഷം ആവുന്നുള്ളൂ. മറ്റുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ നടത്തിയിരുന്ന ഒരു ഓണം സെലിബ്രേഷൻ ആയിട്ടല്ല ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ വയനാടിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ചുരുക്ക രീതിയിൽ നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ എത്രത്തോളം നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റും ആ ഒരൊറ്റ മനസ്സാണ് നമ്മളെ വളണ്ടിയേഴ്സിന് എല്ലാവർക്കും. അപ്പൊ അന്ന് അവിടെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ ഈ ചുരുക്കം കുറഞ്ഞ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൽ ചെറിയൊരു ഷോർട്ടേജ് വന്നു. അപ്പൊ ഈ ഫുഡിൽ എല്ലാവർക്കും ഭക്ഷണം തയ്ഞ്ഞില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇൻമീൻസിനൊക്കെ ഓക്കെ കഴിഞ്ഞ് നമ്മളെ വളണ്ടിയേഴ്സിന് കുറച്ച് പേർക്ക് കിട്ടിയില്ല. അപ്പോൾ സമയം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്, സമയം ഏകദേശം ആയി തുടങ്ങി. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പാടാൻ കയറി. ഈ പാട്ട് പാടാൻ കയറുന്ന സമയത്ത് അവിടെ ആ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര ആവേശത്തിലിരിക്കുകയാണ്. അതായത് അവര് ഗെയിംസ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എനർജിയിൽ അവിടെ കിട്ടുന്ന ഓരോ സ്പീക്കറിലൊക്കെ കിട്ടുന്ന പാട്ടിന്റെ ആ ഒരു ത്രില്ലിലൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണം. ആ വൈബ് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ വൈബ് അവിടുന്ന് കിട്ടും അവരെ കൂടെ നിൽക്കുമ്പോ. അപ്പൊ ആ ഒരു വൈബിലാണ് ഈയും ആ സദസ്സൊക്കെ നല്ലൊരു സ്പാർക്കലാണ് ഉള്ളത്. അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. പല വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഡബിൾ എനർജി അല്ല, അതിന്റെ മേലക്കാണ് എനർജി. അത്രത്തോളം എനർജിക്ക് അത്രമാത്രം വൈബ് അവിടെ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരോട് ഇതിനെ കുറിച്ച് ഇതൊക്കെ ഒരിക്കലും നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതൊരിക്കലും മനസ്സിലാക്കാൻ അത് അവിടെ വന്നിട്ട് ആ ഒരു ഓണം പ്രോഗ്രാമിൽ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ മുൻപുണ്ടായിരുന്ന ഓരോ യൂട്യൂബ് കിൻഷിപ്പ് ഫൗണ്ടേഷനൊക്കെ അടിച്ചു നോക്കി ഞങ്ങൾക്ക് അതിന് കിട്ടും. ഇതിന് മുമ്പ് ഓണപ്പരിപാടിയൊക്കെ നടത്തിയിരുന്നത് എത്രത്തോളം ഓളത്തിലായിരുന്നു. അപ്പൊ അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിലും ഇതിനെ അവരെ ആവേശം ഒട്ടും കുറയ്ക്കരുത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ പാട്ട് പാടാൻ കയറിയത്. ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു സോങ് ഞാൻ എവിടെ ആലപിച്ചിട്ടില്ല. അന്ന് പാടുകയും ചെയ്ത് അതിനൊത്തൊരു താളം പിടിച്ച് ഞാൻ പാടി. അത് നമ്മളെ ഫ്രണ്ട് ലബീബ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. നമുക്ക് അങ്ങനെ എല്ലാവർക്കും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനുള്ള അനുമതി അവിടെ ഇല്ല. ഓരോരുത്തർക്കും ഓരോ കാറ്റഗറിയാണ്. അപ്പൊ എനിക്ക് അന്ന് സ്റ്റേജ് ആയിരുന്നു, ആൾക്കാർക്ക് ഫുഡാവും. അതായത് സംഘാടകരിൽ ഒരാളായിട്ടാണ് പാടി അതന്നെ. അത് ജനങ്ങൾ ഏറ്റെടുത്ത് ഞാൻ അന്ന് രാത്രി തന്നെ ഞാനത് വെറും 3000 ഫോളോവേഴ്സ് ആയിരുന്നു. അതായത് പിന്നെ ഒരു പാട്ട് പാടി ആ പാട്ടിലൂടെ ഒരു ദിവസം ഇരട്ടി വെളുത്തപ്പോഴേക്ക് പാടിയ ദിവസമല്ല ആളല്ല കിട്ടിയത്.
തീർച്ചയായിട്ടും. അല്ലേ? ഇതിനിടയിൽ ആളുകൾ തിരഞ്ഞിട്ടുള്ള മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്, ഒരു പെൺകുട്ടി അല്ലെ, വളരെയധികം ആസ്വദിച്ച് അത് ലയിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടി ഈ ഒരു വീഡിയോ വൈറലാകാനുള്ള കാരണമാണോ? കാരണമാണ്. കാരണം അവള് അങ്ങനെ ഫസ്റ്റ് തന്നെ കമന്റ് വന്നിരിക്കണത് എനിക്ക് അതാണെന്ന് സംശയമുണ്ട്. ഫസ്റ്റിന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റ് അതാണ് തോന്നുന്നത്, കുട്ടി സെറ്റ് ആയിട്ടാ ക്രഷ് അടിച്ചു വന്നിട്ടാണ്. അപ്പോഴൊക്കെ എനിക്കത് അതിനെന്താ ആൻസർ കൊടുക്കുക? അതൊക്കെ ഞാൻ ഒരു തമാശ രീതിയിൽ ഞാൻ കൂടുതലും എന്താണ് ടൈപ്പ് നമ്മള് സ്റ്റോറി സ്റ്റിക്കർ ഇട്ട് കൊടുക്കലാണ് കൂടുതൽ കമന്റ് ബോക്സ്. അപ്പോൾ ഫസ്റ്റേക്ക് സാധാരണ ഞാൻ പോസ്റ്റ് ചെയ്യണ മാതിരി ഒരു പാട്ട് പോസ്റ്റ് ചെയ്തു, അപ്പൊ അതിന് വരുന്ന കമന്റ്, അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് അങ്ങനെ കമന്റ് റിപ്ലൈ കൊടുക്കുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ 1000-ലേറെ കമന്റ്. എന്താണ് എല്ലാ കമന്റും റിപ്ലൈ കൊടുക്കുമോ? ഫസ്റ്റ് അല്ല അങ്ങനെ കൊടുക്കൂല, പക്ഷെ അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇതൊക്കെ അറിയണോര് ചെയ്യണ ഓരോ കമന്റ് അത്ര മാത്രമേ. ഇവള് അതിൽ വന്ന് പെട്ടു. പിന്നീട് അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞ് വൈറലായി തുടങ്ങിയപ്പോൾ മോശം രീതിയിലുള്ള മോശം എന്നും ചിലപ്പോൾ ഒരു പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാനായാലും മറ്റൊരു പെൺകുട്ടി എടുത്ത് നിന്നാണ് ഇതുപോലെ ഒരാളെ കൂടെ പാടിക്കും, ഞാനായാലും ചിലപ്പോൾ ചോദിക്കും കമന്റ് ബോക്സിൽ ഒരാൾ കൊള്ളാല്ലെന്ന്. അത്തരത്തിലുള്ള കമന്റേ വന്നിട്ടുള്ളൂ. നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, ക്രഷ് ആണോ, ലവർ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്വദിച്ചതിന്റെ പേരിലാണ് അവൾ ആസ്വദിച്ചതിന്റെ പേരിൽ ചോദിച്ചത്. നിങ്ങൾ ഒരുപാട് പാട്ടുകൾ റെക്കോർഡിങ്ങിലൂടെ പാടിയിട്ടുണ്ട്. നമ്മളെ ഈ വോയിസ് മാൾ സ്റ്റുഡിയോയിൽ വന്ന് വരെ പാടിയിട്ടുണ്ട്. ഇന്ന് ഈ വോയിസ് മാൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ അന്നത്തെ ആ കാലം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. അത് ഓർക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ഓർക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത് മാപ്പിള പാട്ടിൻ്റെ, കല്യാണ പാട്ടിനായാലും ബർത്ത്ഡേ അങ്ങനത്തെ ചെറിയ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു പാടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ ഇതാണ്. 2018 മുതൽ വോയിസ് മാളിൽ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, എനിക്ക് അന്ന് അഫ്സലല്ല ഇന്ന് വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഒരുപാട് തിരക്ക് പിടിച്ച ആളായി. തിരക്ക് മാത്രമേ എന്റെ ഇതിൽ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ. ഞാൻ അല്ല, തിരക്ക് മാത്രമല്ല, വൈറലായി, ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, ഫോളോവേഴ്സ് കൂടി, ടോട്ടലി അല്ലേ, ഒരുപാട് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അതെ. നമ്മുടെ പുറത്തുനിന്ന് ഞാൻ വരുന്ന സമയത്ത് ലുലുമാളിലൊന്ന് കയറി, തിരിച്ചു വരുമ്പോൾ ഹോട്ടലിലൊന്ന് കയറി. എവിടെയും കയറാൻ വയ്യ. ഹോട്ടലിൽ കയറിയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ ആ ഓണേഴ്സും അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാൻ വന്നവരും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം. കാരണം പലരും ആഗ്രഹിച്ചിട്ട് നടക്കാത്ത വലിയൊരു ഭാഗ്യമല്ലേ പഠിച്ചാൽ അഫ്സൽ സമ്മാനിച്ചത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരൊറ്റൊരു കാര്യം, ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ കുറച്ച് നേരം നോക്കി. പഠിച്ചത് ചിലപ്പോൾ അതിന് എനിക്ക് തിരിച്ചൊരു സന്തോഷം തന്നിട്ടുണ്ട്. ഓക്കെ. ഏകദേശം എത്ര ഏജ് ആയിരുന്നു? 26. മാരീഡ് അല്ല, അൺമാരീഡ് ആണ്. ഓക്കെ. എന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒന്നുമില്ല? ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വരുന്നുണ്ടാവും ഉണ്ടല്ലേ? അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? ആരോടും പ്രതികരിച്ചിട്ടില്ല, ഒരാളോടും പ്രതികരിച്ചിട്ടില്ല. കാരണം ഇനിയിപ്പോ നെക്സ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെ വരുന്നുണ്ട്? ദുബായിക്ക് തന്നെ തിരിച്ച് 7th പോകുന്നുണ്ട്. അതുപോലെ ഖത്തറിന് വിളിച്ചിട്ടുണ്ട്, പിന്നെ അബുദാബിന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ സൗദിന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിൽ 1-2 ഒഴിവാക്കണം. കാരണം ഇവിടെ നാട്ടിൽ ഏറ്റവും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർക്ക് കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടാവും. ഇവിടെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ അതല്ല സങ്കടം ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഞാൻ അറിയാതെ ഓർമ്മയില്ലാതെ ഒരു ഡേറ്റിൽ ഒരു പ്രോഗ്രാം കൊടുക്കുന്നു. അപ്പോൾ അവർ വിളിച്ചിങ്ങാണ്ട് പറഞ്ഞതാണ്, എന്താണ് ഞാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ പരിപാടി എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞാൻ 7th ദുബായിക്ക് പോണതുകൊണ്ട് അതിന് ശേഷം ആ പരിപാടി വരുന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സന്തോഷമായത് ഞാൻ വരുന്നത് കൊണ്ട് ഒരുപാട് പേര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇതൊക്കെ എടുത്തവരപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഫോണ് സെൽഫി എടുക്കണം കാര്യങ്ങളൊക്കെ. ദുബായിൽ ഞാൻ ചെന്നപ്പോൾ ദുബായിൽ ഞാൻ തന്നെ അന്തം വിട്ടു. കാരണം എൻ്റെ ഒരുപാട് നാട്ടുകാരൊക്കെ അവിടെ പ്രോഗ്രാം കാണാം. അവരൊക്കെ ഞാൻ അറിയാതെ ഞാൻ ഏറ്റവും സ്റ്റേജിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു എൻ്റെ സീറ്റിൻ്റെ. അപ്പോൾ ആ സീറ്റിൽ നിന്ന് എണീറ്റിങ്ങാണ്ട് ഞാൻ നേരെ പുറകെ നോക്കി. നല്ല ക്രൗഡാണ്. നല്ല ക്രൗഡ് എന്ന് വെച്ചാൽ ക്രൗഡ് നന്നായിട്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ളവരൊക്കെ കണ്ടു. ഞാൻ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ നാട്ടിലത്തെ പോലെ ഇങ്ങനെ മീറ്റിംഗ് ആണ്ട് അങ്ങോട്ട് ഓടിയതാണ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചിന്റെ വേദിക്ക് എത്തിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു.
അതൊക്കെ അതായത് അഫ്സൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഇല്ല, ഞാൻ സത്യം. ഇത്രത്തോളം സെലിബ്രിറ്റി ആയിട്ടുണ്ട്, എത്തിക്കണം എന്നുള്ളത്. ഇത്രത്തോളം ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇഷ്ടപ്പെട്ടു. ആ പഴയ അഫ്സലായിട്ടാണ് ഓടിയത്. ഞാനത് വേദിയിൽ തന്നെ അവരോട് പറഞ്ഞു ചെയ്ത ആ കാര്യങ്ങളൊക്കെ. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്രൗഡിന്റെ ഇടന്ന് ഇങ്ങോട്ട് പോരുന്നു, സലീംകുമാർ പറഞ്ഞ അതേ ഡയലോഗ് എനിക്ക് ഭ്രാന്തായതാണ് നിങ്ങൾക്ക് വേണ്ട സത്യം അല്ല, അത് തമാശ പറഞ്ഞതല്ല, കാര്യത്തിൽ ആളുകൾ ഒരാളെ സ്നേഹിച്ചിട്ട് അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവിടെ എന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആഹ്ലാദം കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇതൊരിക്കലും അഹങ്കരിച്ച് പറയണതോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞതല്ല. ഒറ്റ ദിവസം ഒരു സുപ്രഭാതത്തിന് ഞാൻ ഇങ്ങനെ മാറിയപ്പോ എനിക്ക് പഴയതെന്ന് പുതിയതൊക്കെ ഉണ്ടായ ഒരു മാറ്റത്തിനെ കുറിച്ച് മാത്രമേ, അതായത് നിനക്ക് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, ഇതിനെ കൊണ്ട് പറ്റും. ഞാൻ എന്നിട്ട് ഇപ്പൊ ഈ വരുന്ന വഴിക്കും ഞാൻ കാറിലിരുന്നതാണ്, ഫ്രണ്ടിനെ വിളിച്ചാണ് ഞാൻ പറഞ്ഞു, ഈ പഴയ പോലെ ആരും വിളിക്കണമില്ല, എല്ലാരും പറഞ്ഞു ഈ തിരക്കിലല്ലേ അത് കഴിയട്ടെ എന്നിട്ട് വായു. അതേപോലെ അവരെല്ലാവരും ഒത്തുകൂടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പല സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഇപ്പൊ എനിക്ക് വിളിക്കണില്ല, അത് അവര് കുറ്റം പറയല്ല, അവര് ഇന്നെ സപ്പോർട്ട് ചെയ്യണം, അവന്റെ ഇതിനെ വിട്ടു കൊടുക്കുക. അപ്പൊ അത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. മനസ്സിൽ ഒരുപാട് സന്നദ്ധ സേവനത്തിന് താല്പര്യമുള്ള, കാരുണ്യ പ്രവർത്തനത്തിന് എപ്പോഴും മടി കൂടാതെ മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ പാട്ടിലൂടെ ലോകം അറിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഇനിയും ആ സന്നദ്ധ സേവനം തുടരുമെന്നാണ് അഫ്സൽ നമ്മോട് ഉറപ്പായി പറഞ്ഞിരിക്കുന്നത്. അഫ്സൽ ഇനിയുള്ള വളർച്ചയിൽ കാരുണ്യ പ്രവർത്തനം കൂടെ കൂട്ടുക, ആ സ്നേഹതീരത്തെ ചേർത്ത് പിടിക്കുക. ഓക്കെ, താങ്ക് യു.